നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ആ കൃഷിക്കാരൻ്റെ രണ്ടു തരത്തിലുള്ള പെരുമാറ്റ രീതി കണ്ട് ആ പറിച്ചെടുത്ത ഫലമൂലാദികളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിക്കാൻ മന്ത്രി ഭടന്മാർക്ക് ഉത്തരവ് നൽകി എന്ന് വരെയാണ്. അപ്പോഴേക്കും ആ കൃഷിക്കാരൻ അയാളുടെ മാടപ്പുരയുടെ മുറ്റത്ത് എത്തിയിരുന്നു. പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു ചെറു പുഞ്ചിരിയോടെ ഭോജരാജനെയും മന്ത്രിയെയും മറ്റ് അനുയായികളെയും മാടപ്പുരയിൽ നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏയ്, ആ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇത്ര കുറച്ചു മതിയോ? ആദ്യമായിട്ടല്ലേ എൻ്റെ ആതിഥ്യം നിങ്ങൾ സ്വീകരിക്കണത്. കൂടുതൽ പറിച്ചെടുത്തോളൂ, എനിക്കത് സന്തോഷം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അല്പനേരം മുൻപ് തങ്ങളെ ചീത്ത വിളിച്ച ആ മനുഷ്യൻ ഇതാ തികഞ്ഞ മാന്യതയോടെ കൈകൂപ്പി പുഞ്ചിരിക്കുന്നു. ഇയാൾക്ക് ഇതെന്തു പറ്റി എന്ന് മന്ത്രി ഈശ്വരാനന്ദൻ അയാളുടെ ഭാവമാറ്റം കണ്ട് സംശയലേശമില്ലാതെ പറഞ്ഞു. ഉടനെ മന്ത്രി പറഞ്ഞു, മഹാരാജൻ, നമുക്ക് വേഗം സ്ഥലം വിടാം. ഈ മനുഷ്യന് ചിത്തഭ്രമമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഭോജരാജാവ് അപ്പോഴും ചിന്താകുലനായിരുന്നു. ഏയ്, ആ കൃഷിക്കാരന് ഭ്രാന്താണെന്ന് കരുതുക വയ്യ. ഭാവമാറ്റം ഭ്രാന്താകുന്നതെങ്ങനെ? അയാളെ തന്നെ ഭോജരാജാവ് വീണ്ടും നോക്കി നിൽക്കുകയായിരുന്നു. വീണ്ടും കൃഷിക്കാരൻ വീട് വിട്ട് പുരയിടത്തിലേക്ക് ഇറങ്ങി. അടുത്ത ക്ഷണം അയാളുടെ പ്രകൃതം ആകെ വീണ്ടും മാറി. എൻ്റെ കൃഷിയിടത്തിൽ കടന്ന് തന്നിഷ്ടം കാട്ടുന്നു. എത്ര വളരെ വിളകളാണ് നിങ്ങൾ പറിച്ചു കൂട്ടിയത്. ഇതിൻ്റെ നഷ്ടപരിഹാരം തന്നിട്ട് ഇവിടുന്ന് കടന്നു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കോപാകുലനായി. എല്ലാം കേട്ടുനിന്ന ഭോജരാജാവിൻ്റെ മനസ്സിൽ ആശ്ചര്യത്തെക്കാളേറെ കൗതുകമായിരുന്നു, കോപത്തെക്കാളേറെ ഔത്സുഖ്യമായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി. ആ മാടപ്പുരയുടെ മുറ്റത്ത് കയറുന്ന നിമിഷം ആ മനുഷ്യൻ സൗമ്യനാകുന്നു. അയാളുടെ ഭാഷ പരിഷ്കൃതമാകുന്നു, പെരുമാറ്റം മാന്യമാകുന്നു. ആ മുറ്റം വിട്ട് പുറത്തിറങ്ങുന്നതോടെ എല്ലാം തകിടം മറിയുന്നു. നിൽക്കുന്ന തറ മാറുമ്പോൾ ആളിൻ്റെ തരവും മാറുന്നുവെന്നോ? അയാൾ താമസിക്കുന്ന ആ മാടപ്പുരയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. കാട്ടാളനെ പോലും മഹാത്മാവാക്കുന്ന എന്തോ പൂർവാർജിത പുണ്യം ആ അന്തരീക്ഷത്തിനുണ്ട്, തീർച്ച. പിന്നെ അധികം താമസിച്ചില്ല. ഭോജരാജാവ് മന്ത്രി ഈശ്വരാനന്ദനെ വിളിച്ച് ആ കൃഷിക്കാരൻ താമസിച്ചിരുന്ന മാടപ്പുരയിൽ കൃഷിയിടവും വിലയ്ക്ക് വാങ്ങി കൊട്ടാരം വകയിലേക്കാക്കാൻ ഉത്തരവിട്ടു. തൻ്റെ വീടും കൃഷിഭൂമിയും വിട്ടുകളയാൻ ആ മനുഷ്യന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിരപ്പു വിലയുടെ 6 ഇരട്ടി കിട്ടുമെന്ന് വന്നപ്പോൾ സന്തോഷത്തോടെ പണം വാങ്ങി ആ ഭൂമി അയാൾ ഭോജരാജാവിന് കൈമാറി. ഈ ഭൂമി വാങ്ങി എന്ത് ചെയ്യാനാണ് അങ്ങയുടെ പരിപാടി എന്ന് ഈശ്വരാനന്ദൻ ചോദിച്ചു. കുഴിച്ചു നോക്കാൻ എന്ന് ഭോജരാജൻ തിരിച്ച് മറുപടിയും പറഞ്ഞു. ഈശ്വരാനന്ദന് അത്ഭുതമായി. രാജാവിൻ്റെ തലയ്ക്കും സ്ഥിരതയില്ലാതായോ എന്ന് പോലും നമ്മുടെ മന്ത്രി ശങ്കിച്ചുപോയി. ഏയ്, രാജാവ് ഫലിതം പറഞ്ഞതാവും എന്ന് കരുതി മന്ത്രി തൽക്കാലം സമാധാനപ്പെട്ടു. പക്ഷേ സംഗതി തമാശയായിരുന്നില്ല. ഏതാനും നാളുകൾക്കുള്ളിൽ ഒരു സംഘം പണിക്കാർ ആ കൃഷിയിടത്തിൽ പണിയായുധങ്ങളുമായി എത്തി. മുളയും ഓലയും കൊണ്ട് നിർമ്മിച്ച ആ മടപ്പുര അവർ പൊളിച്ചു. അതിനുശേഷം ആ പുര നിന്ന സ്ഥലം വിസ്തൃതമായി കുഴിക്കാൻ ആരംഭിച്ചു. മേൽമണ്ണ് മാറ്റി അതിന് ചുവട്ടിൽ നല്ല ചുവന്ന നിറമുള്ള നനവുള്ള നല്ല ഒന്നാം തരം പശമണ്ണ്,
പണിക്കാർ നിലം കുഴിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇടയ്ക്കിടെ ഭോജരാജാവ് ജോലിയുടെ പുരോഗതി അറിയാൻ അവിടെ എത്തിയിരുന്നു. അങ്ങനെ കുഴിച്ച് ഒരു നാൾ നിലം കുഴിക്കുന്ന പണിക്കാർ ആശ്ചര്യ ശബ്ദത്തോടെയും വളരെ ഞെട്ടലോടെയും ആ നിലം കുഴിക്കുന്ന പണി പെട്ടെന്ന് അങ്ങോട്ട് നിർത്തി. സ്വർണവർണ്ണമുള്ള ഒരു സ്തൂപികയിലാണ് പണിയായുധം ചെന്നിടിച്ചത്. അവർ സാവധാനത്തോടെ മണ്ണ് വീണ്ടും മാറ്റി നോക്കി. സ്തൂപിക അതാ നല്ലതുപോലെ തെളിഞ്ഞു വന്നു. ഉടൻ തന്നെ വിവരമറിഞ്ഞ് ഭോജരാജാവ് സ്ഥലത്തെത്തി. അപ്പോഴേക്കും പണിക്കാർ വൃത്താകാരത്തിൽ കുറേയേറെ മണ്ണ് മാറ്റിയിരുന്നു. സ്വർണത്തിൻ്റെ സ്തൂപികകൾക്ക് താഴെ തനി തങ്കത്തിൽ തീർത്ത നിറയെ പല വർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ പതിച്ച ഒരു മഹാസിംഹാസനമാണ് അവിടെ കണ്ടത്. ആ സിംഹാസനത്തിലേക്ക് കയറാൻ 32 പടികളുണ്ടായിരുന്നു. ആ പടികൾക്ക് കാവലായി തൊഴുതു നിൽക്കുന്ന 32 പ്രതിമകളും സുന്ദരികളായ ആ സാലഭഞ്ചികകളെ കണ്ടാൽ ജീവനുള്ളവയാണെന്നേ പറയൂ. നൂറ്റാണ്ടുകളായി മണ്ണിൽ പുതഞ്ഞു കിടന്ന ആ സിംഹാസനത്തിൻ്റെ മുകളിലായിരുന്നു ആ കർഷകൻ മാടപ്പുര കെട്ടി താമസിച്ചിരുന്നത്. നീതിമാനായ ഏതോ ചക്രവർത്തി ദീർഘകാലം ജനഹിതമറിഞ്ഞ് ഭരണം നടത്തിയത് ആ സുവർണ പീഠത്തിലിരുന്നായിരിക്കണം. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിലാഷങ്ങളുടെ ആത്മസ്വരൂപമായിരുന്നിരിക്കണം ആ രത്നസിംഹാസനം. ആ പുണ്യസങ്കേതത്തിൽ പാദം സ്പർശിച്ച വേളയിലെല്ലാം ആ കർഷകനുണ്ടായ ഭാവമാറ്റം നമുക്ക് നേർദൃഷ്ടാന്തമായതാണല്ലോ. അപരിഷ്കൃതനെ പോലും സംസ്കാര സമ്പന്നനാക്കുന്ന, ദുഷ്കൃതനെ പോലും സുഹൃതിയാക്കുന്ന, അസുരനെ പോലും ദേവനാക്കുന്ന പരിശുദ്ധമായ രാജാങ്കണം. അതുതന്നെയാണ് ഈ സ്ഥലം. ഇനി എന്തായാലും ഈ സിംഹാസനത്തിൽ ഇരുന്ന് വേണം എനിക്കും രാജ്യകാലങ്ങൾ നിയന്ത്രിക്കാൻ എന്ന് ഭോജരാജാവ് അങ്ങനെ സ്വയം കൂടെ തീരുമാനിച്ചു. വേഗം ഉടൻ തന്നെ വിശേഷപ്പെട്ട ആ സിംഹാസനം ഭോജരാജാവ് തൻ്റെ രാജധാനിയിലെത്തിച്ചു. രാജസദസ്സിൽ യഥാവിധി സ്ഥലരക്ഷയും പുണ്യാഹവും നടത്തി സിംഹാസനം അവിടെ പ്രതിഷ്ഠിച്ചു. പിന്നെ ദിവസങ്ങളോളം നീണ്ട പൂജകൾ, ഹോമങ്ങൾ, സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രദാനം, പുരോഹിതന്മാർക്ക് പശുദാനം, അങ്ങനെ എല്ലാം വിസ്തരിച്ച് തന്നെ ഭോജരാജൻ നടത്തി. ഒടുക്കം ആ സിംഹാസനത്തിൽ കയറിയിരുന്നുള്ള അഭിഷേകത്തിനുള്ള മുഹൂർത്തവും നിശ്ചയിച്ചു. രാജഗുരു അനുമതി നൽകി. വേദമന്ത്രങ്ങൾ മുഴങ്ങി. ഭോജരാജാവ് ശിരസ്സു നമിച്ച് സിംഹാസനത്തെ വണങ്ങി. പിന്നീട് ഭക്തിപൂർവം 32 പടികളിൽ ആദ്യത്തെ പടിയിൽ തൻ്റെ വലതുകാൽ വച്ചു. പെട്ടെന്ന് മധുരമാണെങ്കിലും ഉറച്ച ഒരു പൊട്ടിച്ചിരിയാണ് ആദ്യം കേട്ടത്. ആദ്യ പടിയിൽ നിശബ്ദയായി സ്വാഗതമൂതി നിൽക്കുന്ന ആ സാലഭഞ്ചികയുടെ പൊട്ടിച്ചിരിയാണ് രാജാവ് കേട്ടത്. എന്ത്? മരപ്പാവ ചിരിക്കുന്നോ? ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. അങ്ങനെ ആ അഭിഷേക ചടങ്ങ് അവിടെ നിർത്തിവച്ചു. എന്തിനായിരിക്കും ആ സാലഭഞ്ചിക ചിരിച്ചത്? എന്തായിരിക്കും ഭോജരാജൻ ആ സിംഹാസനത്തിൻ്റെ അഭിഷേക ചടങ്ങ് നിർത്തിവച്ചത്? അത് നമുക്ക് ഈ കഥയുടെ 3-ാം ഭാഗത്തിൽ കേൾക്കാം. അടുത്ത ദിവസം തന്നെ ഈ കഥയുടെ 3-ാം ഭാഗം അവതരിപ്പിക്കും. അതുവരെ കഥാപ്രേമികളായ നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.